അതെ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് മുസ്ലിംസിൻ്റെ നോമ്പിന് ഒഴിച്ചുകൂടാനാവാത്ത തരിക്കഞ്ഞിയില്ലേ, ആ തരിക്കഞ്ഞിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. ആ തരിക്കഞ്ഞി വൈറ്റ് അല്ല, ജസ്റ്റ് ഒരു കളർ ഷെയ്ഡ് ഉണ്ട്, ക്യാരമൽ തരിക്കഞ്ഞി. അതൊന്ന് നമുക്ക് നോക്കാം. 1/2 ലിറ്റർ പാല് ഞാൻ തിളപ്പിച്ച് ഒന്ന് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തിളച്ചതാണ് കേട്ടോ. അതെ, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലോട്ട് 3 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 10 ചുവന്നുള്ളി ഞാൻ നൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൊരിഞ്ഞങ്ങാട് കളറങ്ങാട് ഈ ഒരു പാകത്തിന് എത്തുമ്പോഴേക്കാളും ക്യാഷ്യൂ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്യാഷ്യൂം എല്ലാവരും കൂടി മൊരിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഉള്ളി നല്ലോണം മൊരിഞ്ഞ് വരും കേട്ടോ. ക്യാഷ്യൂ ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ആ ടൈം അപ്പോൾ പകുതിയിൽ വെച്ചാണ് ഞാനിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. 10 ക്യാഷ്യൂ ഒരു വലുതായിട്ടും ബാക്കി കുറച്ച് ക്രഷ് ചെയ്തും കൂടിയാണ് എടുത്തേക്കുന്നത്. ഒരു പിടിയോളം കേട്ടോ, ഒരു പിടിയിൽ താഴെ നിന്നാലും മതി. ഒരു 10-20 കിസ്മിസ് വെള്ള മുന്തിരിയില്ലേ, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ക്യാഷ്യൂ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴാണ് ഇത് ഇട്ട് കൊടുത്തത്. ആ മുന്തിരിയുടെ മൊരിവും കൂടി ആകുമ്പോൾ എല്ലാം നല്ലോണം മൊരിഞ്ഞു വരണം, ഉള്ളി മൊരിഞ്ഞു വരണം. ആ ഒരു കണക്കിന് നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. 4 സ്പൂണോളം റവ എടുത്ത് വെക്കണേ. റവ ഇതിൽ ഒന്ന് റോസ്റ്റ് ചെയ്യണം. 1 സ്പൂൺ ഒഴിച്ചു, അങ്ങനെ 4 സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 സ്പൂൺ നിറച്ച് അല്ല, ഒരുപാട് വലുതാക്കിയല്ല, നിറച്ച് കവിഞ്ഞ് അങ്ങനെയല്ല എടുക്കണത്. 4 സ്പൂൺ ലെവലിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് തന്നെ ഇതേപോലെ ആ നെയ്യിൽ നല്ലോണം തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുന്നത്, ലോ ഫ്ലെയിമിൽ കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ റവയുടെ തരിയൊക്കെ ഒന്ന് കളറായി മാറില്ലേ, നമ്മൾ കേസരിക്കൊക്കെ ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാല് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലില്ലേ, ആ പാലും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ആ പാലിൻ്റെ കവർ ജസ്റ്റ് കുറച്ച് വെള്ളത്തിലും കൂടി ഞാൻ കഴുകിയാണ് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ഒരു 5 മിനിറ്റോളം കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ആ പാലിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തില്ലേ, കവർ കഴുകിയത്, അത് പറ്റി വരണം. അത്രേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കേട്ടോ. അത്രയും ഇട്ടൊന്ന് തിളക്കട്ടെ. അത് തിളച്ച് വരുമ്പോഴേക്കാളും ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് പഞ്ചസാരയാണ്, അത് ഞാൻ കണക്ക് പറയുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ഞാൻ ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. ആദ്യം ആ പുക വന്നത് പാൻ നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇട്ടപ്പോഴുള്ള ആ പുകയാണ്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഇത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ക്യാരമൽ ചെയ്ത് നോക്കി ചെയ്യണേ, കരിഞ്ഞു പോകരുത്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരിച്ചിരും കൂടി ഒന്ന് ഈ കളർ ആകുമ്പോഴേക്കാളും ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 2.5 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് എടുക്കുന്നുണ്ട്. ഈ ക്യാരമൽ ചെയ്തത് നമുക്ക് ആ പാലൊഴിച്ച് നമ്മൾ കുറുക്കി തിളച്ചുകൊണ്ടിരിക്കുന്നില്ല, അതിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇതൊന്ന് വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന ആ സമയം നമുക്കിത് അതിനകത്തോട്ട് മിക്സ് ചെയ്യാം. തിളക്കണമെന്നില്ല, ഇതൊന്ന് ജസ്റ്റ് ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഇതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഇത് റവ കണ്ടോ നല്ലോണം ആ പാലിലൊന്ന് കുറുകി അങ്ങോട്ട് വന്നായിരുന്നേ. അപ്പോൾ ഞാനത് ക്യാരമൽ ചെയ്ത സിറപ്പ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണേ. ഇനി വേറെ പണിയൊന്നുമില്ല, ഇതൊന്ന് റവ ഒന്ന് വേകണം. ഒരു 1/2 സ്പൂണിൽ താഴെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാലൻസിന് വേണ്ടിയും ഇതൊരു ഇച്ചിരി ഉപ്പ് രസവും മധുരവും കൂടി ആയിട്ടാണല്ലോ. എന്നാൽ ഉപ്പ് കൂടുതലല്ല, മധുരമാണ് മുമ്പിൽ നിൽക്കുന്നത്. ഒരു ബാലൻസിന് വേണ്ടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 1/2 സ്പൂണിൽ താഴെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വലിച്ചു കുടിക്കുന്ന ആ പാകമാകുമ്പോൾ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പറ്റിച്ച് കഴിയുമ്പോഴേക്കാളും ഒന്ന് വെന്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് ആ കുടിക്കുന്ന ഒരു പാകത്തിനായിരിക്കും കേട്ടോ വന്നത്. കളറൊക്കെ കണ്ടോ, ഈ രീതിക്കാണ് കേട്ടോ ക്യാരമൽ റവക്കഞ്ഞി എന്ന് പറയാം കേട്ടോ. അപ്പം ഞാനിത് ഒരു ഇതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ആ ഉള്ളി മൂത്ത ഒരു ചൊവ്വ അതിനകത്ത് വരത്തില്ലേ, ടേസ്റ്റ്, അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉള്ളി മൂപ്പിച്ച് എന്തായാലും ഇടണേ. ഇന്ന് ഇതിന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ വന്നേക്കുന്നത് കുട്ടനാണേ. അപ്പോൾ ഇത്തൂനെ തപ്പി വന്നപ്പോൾ ഇത്തൂന് പനിയാണ്. അപ്പോൾ ഇത്തൂന് ഉറങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ അവന് ആ പായസം ഉണ്ടാക്കിയത് ഞാൻ അവന് കൊടുത്തിട്ട്, ആൾ നല്ല മധുരപ്രിയനാണ് കേട്ടോ. എന്നോട് ഇഷ്ടമെന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇയാൾ പോയത്. സൂപ്പറാണെന്ന് കേട്ടോ. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ക്യാരമൽ വെച്ച് ഉണ്ടാക്കി നോക്കിയതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതല്ലേ.